വിവരങ്ങളുമായി. മനീഷ്, ഇപ്പോൾ ജി സുധാകരൻ വെള്ളാപ്പള്ളിയെ കണ്ടു മടങ്ങുന്നു. സുകുമാരൻ നായരുമായിട്ടും ഇന്ന് കൂടിക്കാഴ്ചയുണ്ടോ? വെള്ളാപ്പള്ളി കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ എന്താണ്? അദ്ദേഹം പ്രതികരിക്കുമോ? പെരുന്നയിലേക്കാണോ എന്നാണ് മാധ്യമങ്ങൾ ചോദിച്ചത്. അദ്ദേഹത്തിന്റെ മറുപടി വ്യക്തമായിട്ടില്ല. മനീഷ്, എന്താണ് ജി സുധാകരൻ പറഞ്ഞത്? വെള്ളാപ്പള്ളിയെ കണ്ടു, ആ കൂടിക്കാഴ്ച എത്ര നേരം നീണ്ടു? ശ്രുതി, അല്പനിമിഷം മാത്രമായിരുന്നു കൂടിക്കാഴ്ച. ഏകദേശം ഒരു 15-20 മിനിറ്റ് നേരമാണ്. വെള്ളാപ്പള്ളി നടേശന്റെ കണിച്ചുകുളങ്ങരയിലെ വസതിയിൽ ജി സുധാകരൻ UDFന്റെ പിന്തുണ ഔദ്യോഗികമായി പ്രഖ്യാപനം വന്ന ശേഷം നിലവിൽ വെള്ളാപ്പള്ളി നടേശനെ കണിച്ചുകുളങ്ങര വീട്ടിലെത്തി നേരിൽ കണ്ടത്. രാവിലെ തന്നെ വെള്ളാപ്പള്ളിയോട് ഇവിടെ വീട്ടിലെത്തുമെന്നുള്ള കാര്യവും വെള്ളാപ്പള്ളി വീട്ടിലുണ്ട്, കാണാൻ വരാമെന്നുള്ള കാര്യം വെള്ളാപ്പള്ളിയും അറിയിച്ചിരുന്നു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് പുന്നപ്രയിലെ വീട്ടിൽ നിന്നും ജി സുധാകരൻ എത്തിയത്. നമുക്കറിയാം, അമ്പലപ്പുഴ വലിയ രീതിയിൽ SNDP വോട്ടുകൾ സ്വാധീനിക്കുന്ന ഒരു മണ്ഡലമാണ്. ഈഴവ വോട്ടുകൾ 40%-ഓളമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ അമ്പലപ്പുഴ SNDP യൂണിയൻ വലിയ യൂണിയനാണ്. അതിന്റെ പിന്തുണ സ്വാഭാവികമായും വെള്ളാപ്പള്ളി നടേശനോട് ജി സുധാകരൻ ആവശ്യപ്പെടും. പക്ഷേ നേരത്തെ തന്നെ UDF സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ എത്തുന്ന ജി സുധാകരന്റെ നിലപാട് ആത്മഹത്യാപരമെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. അതുകൊണ്ട് തന്നെ എത്രത്തോളം അതിന് പിന്തുണ ലഭിക്കുമെന്നുള്ളത് ഏറെക്കുറെ നിർണായകമായിട്ടുള്ള വിഷയമാണ്. വെള്ളാപ്പള്ളിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള നേതാവാണ്, പരിണിതപ്രജ്ഞനായ നേതാവാണ് ജി സുധാകരൻ എന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണവും. വർഷങ്ങളായിട്ടുള്ള പ്രവർത്തന പരിചയം സേവന രംഗത്തിൽ ഇരുവരും തമ്മിലുള്ളതാണ്. വലിയ വ്യക്തിബന്ധം രണ്ട് നേതാക്കൾ തമ്മിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കലും ജി സുധാകരനെ പരസ്യമായി ഇതുവരെയും തള്ളി പറഞ്ഞിട്ടില്ല, ഇനി തള്ളി പറയുകയുമില്ല.